ഇത് തെങ്കാശിയിലെ ഗ്രാമത്തിലെ ഈ മുഖ്യൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഗ്രാമമുഖ്യനും ആളുടെ ഭാര്യയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ഗൗണ്ടർ ആയിരിക്കും. ആയിരിക്കും ഗൗണ്ടർ. ഒരു ഗംഭീരം ശബ്ദത്തിൽ അത് ഗൗണ്ടർ. മടിസാർ കിട്ടിയിട്ടുണ്ടല്ലോ, മടിസാർ. ഇതാ അല്ലേ? എനിക്ക് ബിന്നിയാന്റെ ഓർമ്മ വരും അത് പറയുമ്പോ. ശിവകാമി കുഞ്ഞിന്റെ കഴിഞ്ഞ 1-2 പെർഫോമൻസസിന്റെ ഈ കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അടിച്ച് പൊളിച്ച്. അതെ. പിന്നെ സാംസങ് സോണി മീശ കലക്കി. സാംകുട്ടൻ വലുതാകുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ മനസ്സിലായി. കുറച്ചും കൂടി ആള് കഴിയുമ്പോ, കുറച്ച് വർഷം കൂടി കഴിയുമ്പോ. അപ്പൊ എന്തായാലും തെച്ചിപ്പൂവേ തെങ്കാശി പൂവേ അല്ലേ? നല്ല കിടിലം പാട്ട് കേൾക്കാല്ലേ? നമുക്ക് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മള്. ഇനി നമ്മുടെ പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ സാംകുട്ടനും ശിവകാമി കുട്ടിക്കും വോട്ട് ചെയ്യണേ. 2 പേർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. All the best. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ
സാംകുട്ടാ, എന്തോ ശിവകാമിക്കുട്ടി, എന്തോ രണ്ടുപേരും കലക്കി. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു പാടണ കാണാനും കേൾക്കാനും. നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഇട്ടു, അതൊക്കെ കൊള്ളാം, നന്നായിരുന്നു. താങ്ക് യു. പിന്നെ സാംകുട്ടൻ കറക്റ്റ് ഗാനമേളയ്ക്കൊക്കെ പാടുന്ന പോലെയാ. ഓർക്കസ്ട്രക്കാരൊക്കെ നോക്കി മൈക്കൊക്കെ കൊള്ളാം. ഗാനമേളയ്ക്ക് പാടാറുണ്ടോ? ഇല്ല. അപ്പൊ ഇപ്പോഴേ ഗാനമേളയ്ക്ക് പാടി നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ. ആ അത് ഞാൻ ചുമ്മാ ഈ പാട്ടിന് ഇച്ചിരി ഇടിച്ചു താളം ആ. ഇടിച്ചിടിച്ചല്ലേ. ഓക്കെ അതാണ്. പക്ഷെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ശിവകാമിക്കുട്ടിയും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പാടി. ചെറിയ ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ മൊത്തത്തിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തു. പല്ലവിയൊക്കെ സൂപ്പറായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് പാടി. പ്രശ്നം വന്നത് നിറച്ചോളം കൊയ്യാൻ, അത് കുറച്ചും കറക്റ്റായിട്ട് ഒന്ന് ശ്രുതി നോട്ട് ഹിറ്റ് ചെയ്യണമായിരുന്നു. ഒന്ന് പാടിയ നിറചോളം കൊയ്യാൻ നിറചോളം കൊയ്യാൻ. ആ അതെ, അപ്പൊ അത് ഒന്ന് കുറച്ച് മൈന്യൂട്ടായിട്ടൊന്ന് ശ്രുതി കേട്ടോ. സാംകുട്ടൻ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. അതായത് ഈ നമ്മൾ കമന്റ് പറയുമ്പോഴും ഒക്കെ സാംകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ ഓട്ട കണ്ടിട്ട് നോക്കണം. അതെന്തിനാ? അത് ഒന്നുമില്ല, ഇടക്കിടക്ക് ചുമ്മാ അമ്മ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അമ്മയുടെ മുഖം കാണുമ്പോഴത്തേക്കും ഉടനെ നമുക്കൊരു ഭയങ്കര സപ്പോർട്ടാണ്. അത് തീർച്ചയായിട്ടും അമ്മ അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ എപ്പോഴും നോക്കണം. എപ്പോഴില്ല, പാടുമ്പോ നോക്കില്ല, പാട്ട് കഴിഞ്ഞു പാടുന്നതിന് മുമ്പ് നോക്കിയായിരുന്നു. ശ്രദ്ധിക്കാറുണ്ട് ഞാൻ കമന്റ് പറയുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് നിറച്ചോളം ഒറിജിനൽ എങ്ങനെയാണോ അതുപോലെ തന്നെ പാടുന്നതാണ് നല്ലത്. ഓക്കെ, അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന തുണ്ടുപല്ലവിയില്ലേ, അതിൽ വായോ വായോ നീയൻ മാറൽ ചായോ, അത് കുറച്ച് ചേരാനുണ്ടായിരുന്നു. അരയാൽ കൊമ്പിൽ അരപാടിയ അത് കുറച്ചൊരു ശ്രുതി കുറച്ചൊന്ന് ഫ്ലാറ്റായി. പിന്നെ കിഴക്കിനി മച്ചിൽ സാം, അത് പാടിയപ്പം ഈ മൈക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊസിഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാരിറ്റി പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ പാടാം, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ, കഴിഞ്ഞ തവണ വന്നപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നു. മൈക്ക് ഇങ്ങനെ സ്ട്രെയിൻ ഉള്ള സ്ഥലത്തൊക്കെ മൈക്ക് ഇങ്ങനെ മാറ്റുക. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോ എന്ത് സംഭവിക്കും? ഉള്ളതും കൂടി കേൾക്കാൻ പറ്റാണ്ടാവും, കറക്റ്റ് ആയിട്ട് കേൾക്കില്ല. പിന്നെ ശബ്ദത്തിന്റെ ആ ടോൺ മാറിപ്പോവും. നമ്മളിപ്പോ മൈക്കിന്റെ നേരെ നിന്ന് പാടുന്നതും സൈഡിൽ നിന്ന് പാടുമ്പോഴും ടോൺ മാറും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയാന്ന്. സൈഡിലേക്ക് മാറ്റുക, അല്ല മൈക്ക് സൈഡിലേക്ക് മാറ്റിട്ട് കിഴക്കിന് പാട്. കിഴക്കിന് ഒന്നുകൂടി പാടി. ആ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യില്ല മൈക്ക് കേട്ടോ. അങ്ങനെ വരുമ്പോ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് പാടണം. ഓക്കെ, മാറ്റേ ചെയ്യരുത്. സംഗതികൾ പാടുമ്പോഴും കൈ ഇങ്ങനെ ആവരുത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ പാടി, നല്ല മനോഹരമായിട്ട് പാടി. ഓക്കെ, വെരി നൈസ്. ആ കോസ്റ്റ്യൂം ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇത് ആരാ ഡിസൈൻ? ഇത് ഇവിടുന്ന് തന്നാണോ? ആണോ? ചെയ്യിപ്പിച്ചാണോ? ശരി ശരി. സാംചേട്ടന്റെ അമ്മയും ഡിസൈൻ ചെയ്ത് തുടങ്ങി. കൊള്ളാം, നൈസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഗൗണ്ടറായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാടിയില്ലേ വെരി ബിഗിനിങ്? അത് ഉഗ്രനാണ്. എന്ന് പറഞ്ഞാൽ ആ ഓരോ നോട്ടിനും ആണല്ലോ. ആ സായ്ക്കാണെങ്കിലും ആ സ്ട്രെസ് വരുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആവുന്നത്. ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബേണി ചേട്ടന്റെയും ഇഗ്നീഷ്യസ് ചേട്ടന്റെയും പാട്ടാണത്. ഗാനമേളകൾക്ക് ഇപ്പോഴും പാടാറുണ്ട് ഞാൻ. ഇപ്പോഴും പാടാറുണ്ട്. രസമുണ്ട്. ഗിരീഷ് ചേട്ടന്റെ ലിറിക്സ് ആണ്. അത് നന്നായി. വായോ വായോ ആ ഫസ്റ്റ് പല്ലവിയിലുള്ള ഭാഗങ്ങളൊക്കെ സാംകുട്ടൻ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ആ ഇല്ലേ അതില് ഇടയ്ക്ക് അങ്ങനെ വന്നു. അതെന്തായിരുന്നു? അതെ, ഏറ്റവും അവസാനത്തെ ഒറിജിനല് പൂത്താലി തരാം നിന്റെ മാറനായി കൂടെ വരാം. അതല്ലേ ആ വോളിയത്തിന്റെ കാര്യമാണ്. ആ വോളിയത്തിന്റെ കാര്യം പറഞ്ഞ അത് മൈക്ക് അടുപ്പിച്ചോണ്ടാണോ? അതായിരിക്കും. ഇങ്ങനെ വന്നു അവിടെ ബൂം ചെയ്തു. അതാണ് കുറച്ചും കൂടെ ഒരു അനാവശ്യമായ വോളിയം അവിടെ വരുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കണം. അപ്പൊ മൈക്ക് പ്ലേസ്മെന്റ് ഒന്നുകൂടെ സാംകുട്ടൻ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശിവകാമി കുഞ്ഞാണെങ്കിൽ ഈ കിന്നാരം ചൊല്ലാതെ കിണ്ടാണ്ടം കാട്ടാതെ ചുമ്മാതാരാനും ഏതാനും കണ്ടാൽ ഹുയ്. ഹുയും കൊള്ളായിരുന്നു. അതിനു മുമ്പുള്ള ആ കിണ്ടാണ്ടത്തിൽ ഒരു സംഗതി ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു?
നൈസ് നൈസ്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ പാട്ടിന്റെ ഒരു വൈബിന് അത് കൃത്യമായിരുന്നു. അപ്പൊ ഞാനത് കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ശിവകാമി കുഞ്ഞ് സാധാരണ ഈ മെലഡീസ് ഒക്കെ മീനുട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. പക്ഷെ ഇങ്ങനെ ഒരു അവിടെ ആ ഹോയ് വരുമ്പോ ആ കുറുമ്പ് വരുമോ എന്ന്. പക്ഷെ അവിടെ കുറുകുറുമ്പിയായിട്ട് പാടി കേട്ടോ. അപ്പൊ കുറുമ്പുണ്ട് ഉള്ളില്. കണ്ടുപിടിച്ച ഞങ്ങള് കള്ളക്കുട്ടിയാണേ. എല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണേ. അതുപോലെ സാംകുട്ടൻ നമ്മുടെ ജെന്റിൽമാൻ ആണല്ലോ. ഇന്ന് കുറച്ച് കുറുമ്പുണ്ടായിരുന്നു പാട്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിന് എങ്ങനെയാണ് വേണ്ടത്? ഈ പാട്ടിന് കുറുമ്പ് വേണം. മാത്രമല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 കോൺവെർസേഷനായിട്ട് കാണാൻ പാടില്ല ഡ്യുവറ്റ്. ഒറ്റ കോൺവെർസേഷൻ ആയിരിക്കണം രണ്ടുപേരുടെ, അല്ലെ? തത്തുല്യമായ രീതിയിൽ രണ്ടുപേരും കൂടെ പാട്ടിനെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല അതിനെ പറ്റി. അപ്പൊ ഈ ചില കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ വെച്ചാൽ രണ്ടുപേർക്കും നന്നായിരിക്കും. ശിവകാമി കുഞ്ഞ് വളരെ മെലോഡിയസ് ആയിട്ട് പാടി. സാം കുഞ്ഞ് ഒരുപാട് പാട്ടുകൾ പാടിയതിൽ കുറച്ചും കൂടെ റിത്തമിക് ആയിട്ടും ഒരു കുറച്ചും കൂടെ കുറുമ്പോടും പാടിയത് എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് വോൾട്ടേജ് ഇടയ്ക്ക് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അതാ മൈക്കിന്റെ പ്ലേസ്മെന്റ് ശ്രദ്ധിച്ചാൽ മതി സാംകുട്ട. മൈക്കിന്റെ പ്ലേസ്മെന്റ് ആണ് എനിക്കിന്ന് മെയിൻ ആയിട്ട് തോന്നിയത്. അത് ഒന്നാമത് ഹൈ പോകുമ്പോഴത്തേക്ക് സാംകുട്ട തല ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കും മൈക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട്. അതെന്താന്നറിയാ ചേച്ചി, ഞാൻ മൈക്ക് ഇങ്ങനെ അടുത്ത് പിടിക്കുമ്പോഴേ വോളിയം കൂടുമ്പോ എനിക്ക് ഇങ്ങനെ വെള്ളി അടിക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ വോളി കുറയുവാണെങ്കിൽ എനിക്ക് ആ വോളിയത്തിൽ ഇങ്ങനെ എന്നുവെച്ചാൽ ഹൈ കൊണ്ടുപോവാം, മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളത് കൊണ്ട് എത്തിക്കാൻ വേണ്ടി പാടുന്നല്ലേ. എത്തിക്കാൻ വേണ്ടി പാടുന്ന പോലെ. അല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മൈക്ക് നേരെ വെക്കാലോ. അത് പറ്റും. പക്ഷെ എനിക്ക് ഇങ്ങനെ വോളിയം കൂട്ടി എനിക്ക് പെട്ടെന്ന് വെള്ളി അടിക്കും. അതൊരു പേടിയാണ് അല്ലേ? അത് ഈ ശബ്ദം മാറുന്നതിന്റെ ഒക്കെയാണ് അല്ലേ? പക്ഷെ കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പം ശരിയാവും. പക്ഷെ മൈക്ക് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് അത് പിന്നെ ഒരു സ്വഭാവമായിട്ട് മാറും. അതിന് എപ്പോഴും പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാവും. ശബ്ദം മാറി ശബ്ദമൊക്കെ ശരിയായാലും അറിയാതെ ഇങ്ങനെയായി. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും എങ്ങനെയാണോ പാടുന്നത് അതിനനുസരിച്ചുള്ള മാർക്കുകൾ കിട്ടും. ഇഫ് യു ആർ ഗുഡ് അതനുസരിച്ച് കിട്ടും. ഇഫ് യു ആർ ബെറ്റർ അതിനനുസരിച്ച്. ബെസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്നുള്ള ഒരു ലൈനിലായിരിക്കും മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ ചൂണ്ടിക്കാട്ടുകയും അത് സ്നേഹപുരസ്സരം പറഞ്ഞു തരികയും അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ സാം കുട്ടൻ അല്ലെങ്കിൽ ശിവകാമി കുഞ്ഞ് അടുത്ത ദിവസം അടുത്ത പെർഫോമൻസ് വരുമ്പോൾ ഈ ഗുഡ് പോരാ ബെസ്റ്റ് വേണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് എല്ലാം തിരുത്തുന്നത്. നിങ്ങൾക്കും ആഗ്രഹം വേണം. ഒരു പെർഫോമൻസിൽ ഒരു മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചു, ഒരു മാർക്ക്. അത് ഇപ്പൊ കഴിഞ്ഞ പെർഫോമൻസിന് എത്രയായിരുന്നു മാർക്ക്? 96.75. ഓക്കെ. ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും 96.75 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റ് ആണ്? 96.75% ആണ്. അത് ഏത് പരീക്ഷയുടെ ഏത് ലെവൽ വെച്ച് നോക്കിയാലും 96.75% എന്ന് പറഞ്ഞാൽ എത്ര മാർക്കാണ്? അതൊരു വലിയ മാർക്കല്ലേ? അപ്പൊ എത്ര മാർക്ക് ലൂസ് ചെയ്തിട്ടുണ്ട്? 3.25 മാർക്സ് മാത്രമാണ് 100-ൽ നിന്ന് കുറഞ്ഞിട്ടുള്ളത്. ആ 100-ൽ നിന്ന് കുറയാനുള്ള കാരണങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതാണ്. അപ്പൊ ആ രീതിയിലാണ് നിങ്ങളെ സ്നേഹത്തോടു കൂടി അടുത്ത നെക്സ്റ്റ് ലെവൽ. അതാണ് ഇവിടെ ആർക്കും ആരോടും പാർഷ്യാലിറ്റി ഇല്ല, ഒരു പാർഷ്യാലിറ്റി ഇല്ല കേട്ടോ. കറക്റ്റ് പാടുന്നതിന്റെ കറക്റ്റ് മാർക്കാണ് തരുന്നത്. അപ്പൊ പാടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും, അത് പാടിയിട്ടില്ലെങ്കിൽ പിന്നെയും കിട്ടും എന്ന് പറഞ്ഞാൽ അടുത്ത പെർഫോമൻസിന് കിട്ടും. അത് കിട്ടത്തക്ക രീതിയിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചങ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്നേഹം. ഓക്കെ, ഇന്ന് മനസ്സിൽ വെക്കേണ്ടതാണ്. സാംകുട്ടനും നമ്മുടെ ശിവകാമി കുഞ്ഞു മാത്രമല്ല എല്ലാ മക്കളും അതുപോലെ പ്രേക്ഷകരും എല്ലാവരും. സാംകുട്ട, ശിവകാമി കുട്ടി, രണ്ടുപേരുടെയും പഴയ ഡ്യുവറ്റ് പെർഫോമൻസ് അല്ലേ ഇതിന് മുന്നേ ചെയ്ത ഡ്യുവറ്റ്? മുന്നേ എത്രയോ മാസങ്ങൾക്ക് മുന്നേ ചെയ്ത ഡ്യുവറ്റ് പെർഫോമൻസ് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ. അപ്പോ എനിക്ക് മെമ്മറിയിൽ വന്ന എന്താണെന്നറിയോ, ഡ്യുവറ്റ് പാടുമ്പോൾ ആ കോർഡിനേഷൻ എന്തായിരുന്നു എന്ന് അന്ന് അറിയില്ലായിരുന്നു. രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. ശിവകാമി കുട്ടി എസ്പെഷ്യലി അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് അന്നത്തെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ എന്താണ് ഡ്യുവറ്റ് എന്നും ഡ്യുവറ്റ് എങ്ങനെയാണ് പാടേണ്ടതെന്നും എങ്ങനെ മിങ്കിൾ ചെയ്ത് പാടാമെന്നും അതെങ്ങനെ ഒരുമിച്ച് ബ്യൂട്ടിഫുൾ ആക്കാമെന്നും രണ്ടുപേരും മനസ്സിലാക്കി എന്നുള്ളതാണ്. ആ ചേഞ്ചിനാണ് ഇന്നത്തെ എന്റെ കൈയടി കേട്ടോ. അത് സൂപ്പറാണ്. രണ്ടുപേരും അത് നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പറഞ്ഞത്, രണ്ടുപേരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ അത് ഓർമ്മയുണ്ട്. എനിക്ക് അതാണ് ഓർമ്മ വന്നത് ഇന്ന്, എസ്പെഷ്യലി ശിവകാമിക്കുട്ടിയുടെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്കും. അപ്പൊ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം സാംകുട്ടന്റെ മെയിൻ ആയിട്ട് മൈക്ക് പ്ലേസ്മെന്റ് ആണ് ഇന്നത്തെ ഒരു ഇഷ്യൂ വന്നത്. ശിവകാമിക്കുട്ടിയുടെ ആ ചരണത്തിൽ എത്തിയപ്പോഴത്തേക്കും ആദ്യത്തെ 1-2 ലൈൻസിൽ ചെറിയ എന്താ പറയാ പിച്ചിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ശിവകാമിക്കുട്ടിയുടെ മൊത്തത്തില് ആ മെലഡീസിന്റെ മോഡുലേഷൻസ് ഇല്ലേ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ അതെ അതെ മെലഡീസിന്റെ ഇത് കേൾക്കാൻ വേണ്ടി. അതുപോലെ സാംകുട്ടിൻ്റെത് നല്ല പവർഫുൾ ആയിരുന്നു. പക്ഷെ പവർഫുളിന്റെ കൂടെ തന്നെ റിത്തമിക്കും ആയിരുന്നു. അത് കറക്റ്റ് ഓൺ പോയിന്റ് ആണ് സാംകുട്ടൻ അത് പാടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് പെർഫോമൻസ്. ഓക്കെ, 2 പേർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല പ്രോഗ്രസ് ഉണ്ട് കേട്ടോ. അപ്പോ ഇന്ന് സാംകുട്ടന് 98.5 ഔട്ട് ഓഫ് 100. നമ്മുടെ ശിവകാമി കുഞ്ഞിന് 98.25 ഔട്ട് ഓഫ് 100. അപ്പൊ 2 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇതിലും സൂപ്പറായി നമുക്ക് പാടണം. ഇന്നും സൂപ്പറായിരുന്നു. ഓക്കെ, ബൈ. ടാറ്റ സാംകുട്ട.